ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സുൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പൂരി റെസിപ്പിയാണ്. സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ പരത്തി അത് കട്ട് ചെയ്തൊക്കെ എടുക്കണം. അതുപോലെ പ്രസ്സും ചപ്പാത്തിക്കോലും ഒക്കെ വേണം. ഇത് അങ്ങനെയൊന്നുമല്ല. ഇതാകുമ്പോൾ നമുക്ക് പ്രസ്സോ ചപ്പാത്തിക്കോലോ മാവ് കുഴച്ചെടുക്കുകയോ ഇങ്ങനെയൊന്നും വേണ്ട. അതുപോലെ തന്നെ എത്ര നേരം വേണമെങ്കിലും നല്ല ഫ്ലഫി ആയിട്ടിരിക്കും. ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയില്ല. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പൂരിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. പിന്നെ പൂരി നിങ്ങൾ ഈ ഒരു രീതിയിൽ മാത്രമേ ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പൂരി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ പിളർപ്പ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ ഉഴുന്നാണെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അളവിൽ എടുത്താൽ മതിയാവും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി തൊലി കളഞ്ഞോ തൊലി കളയാതെയോ എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കപ്പലണ്ടി എടുത്തിട്ടുള്ളത് 1/2 കപ്പ് അളവിന് 1/4 കപ്പാണ്. ഇതും കൂടെ ഈ ഒരു ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു 3 മണിക്കൂറാണ് കുതിരാനായിട്ട് വെച്ചിരുന്നത്. നല്ലപോലെ കുതിർന്ന് കിട്ടിയാൽ മാത്രമേ ഈ ഒരു പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. 3 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിരുന്ന ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇത് കുതിരാനായിട്ട് വെച്ചിരുന്ന ഈ ഒരു വെള്ളം മുഴുവനായിട്ടും ഊറ്റിക്കളയുന്നുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ആ ഒരു കുതിരാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളവും ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിലേക്ക് അതെടുക്കാത്തത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കണക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് അളവിലാണ് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് അരയ്ക്കണം. അരച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അരയാതെ വരുന്ന ടൈമിൽ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഞാനിതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എത്രയും നന്നായിട്ട് അരച്ചെടുക്കുന്നോ അത്രയും നന്നായിരിക്കും നമ്മുടെ ഈ ഒരു പലഹാരവും. ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഈ ഒരു 1/2 കപ്പ് മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആകെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം ഈ മാവിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല നൈസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പലഹാരം നല്ലപോലെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ഇട്ട് കൊടുക്കണം. ഈ ഒരു പാത്രം ചെറുതായതുകൊണ്ടാണ് ആദ്യം ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് 1 കപ്പ് ഗോതമ്പ് പൊടിയോടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് വലിയ പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ആണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 2.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ പൂരിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ അതിൻ്റെ ഒട്ടും ആവശ്യം വരുന്നില്ല. ഇങ്ങനെ പൂരി തയ്യാറാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. മാവ് ദാ ഒട്ടും തന്നെ ടൈറ്റ് ഇല്ലാതെ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവം വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ മാവ് ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് മാവ് എടുത്ത് ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഓരോരുത്തർക്കും എത്ര വലിപ്പത്തിലാണോ പൂരി വേണ്ടത് അതിനനുസരിച്ചുള്ള വലിപ്പത്തിൽ ബോൾസ് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതാ മുഴുവൻ മാവിലും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പ്രസ് ചെയ്യാനുള്ള അത്രയും മാവ് കട്ടിയില്ല, നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ പരത്തിയെടുക്കുന്നത്. ഇനി ഇതുപോലൊരു പാത്രം കൂടെ എടുത്തിട്ട് അതിന് മുകളിലേക്കും കൂടെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ആ ഒരു ബോൾസ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ പാത്രം തിരിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മാവ് നല്ല ടൈറ്റ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പ്രസ്സിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് ഒട്ടി വലിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ പരന്ന പാത്രത്തിൽ തന്നെ വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് സാധാരണ കൗണ്ടർ ടോപ്പിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിനുള്ളിലേക്ക് ബോൾസ് ആക്കി വെച്ചിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പരന്ന തട്ടോ പാത്രം എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ്. അപ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. ഒരെണ്ണം ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് വീണ്ടും ആ ഒരു 2 പാത്രത്തിലും നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം വീണ്ടും ബോൾസ് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാവ് ഒട്ടിപ്പിടിച്ച് പോവും. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തതും ഇതേപോലെ തന്നെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ മാവും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ചൂടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറി തിരിഞ്ഞും ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് പൊള്ളി വരുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊള്ളി വരും. ഈ പൂരി നമ്മൾ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ ഇരുന്നാലും ഇതേപോലെ ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഹോള് വീണാൽ പെട്ടെന്ന് ചുങ്ങിപ്പോവും. ഹോള് വീണില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നല്ല സോഫ്റ്റുമാണ്. ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. ഇത് തയ്യാറാക്കി എടുക്കണമെങ്കിലും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പൂരി ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അത്രയും ഒരു ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പൂരി പൊരിക്കുമ്പോൾ ഒത്തിരി അങ്ങ് എണ്ണ കുടിക്കും. നമ്മൾ എത്ര കുടിക്കത്തില്ല എന്ന് പറഞ്ഞാലും എണ്ണ നന്നായിട്ട് കുടിക്കുന്നുണ്ടാവും. ഈ ഒരു പൂരിക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്ത ആ ഒരു എണ്ണ നമ്മളിത് എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും ഫ്രൈ ചെയ്താലും ആ ഒരു എണ്ണ തന്നെ ഇതിലുണ്ട്. ഞാനിപ്പോൾ ഈ ഫ്രൈ ചെയ്തതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ആദ്യം ഉള്ളത് ഇതുപോലെ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴും നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എത്ര എണ്ണമാണോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത്രയും നേരമായാലും ഇത് വൈകിട്ട് വരെ ഇരുന്നാലും ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇതിൽ ഹോള് വീണാൽ മാത്രമേ ഇത് ചിങ്ങിപ്പോകുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇരിക്കുന്നതാണ്. പുറമെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുന്ന ഒരു കിടിലൻ പൂരിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.